ഭക്തന്മാർ വാഴ്ത്തിപ്പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമത്. ഉത്തമ ഭക്തന്മാർ വാഴ്ത്തിപ്പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമത്. ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത്. ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത്. യേശുവിന്റെ തിരുനാമത്തിനു എന്നുമെന്നും സ്തുതി സ്തോത്രമേ. जय जय प्रभु यीशु की, जय जय प्रभु यीशु की. हमको बचाने आया जगत में, उसकी स्तुति करो.
ദൈവനാമത്തിലും മഹത്വമുണ്ടാകട്ടെ. May the name of God be glorified. ചില നാളുകൾക്ക് ശേഷം വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ ദൈവം ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God that He has enabled me also to come and to share from the Word after some time. ദൈവം ഉപയോഗിക്കാത്ത ആരും തന്നെ ഇവിടെ ഇരിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I believe that God uses every one of us. There isn't anyone who God doesn't use. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മെ ഓരോരുത്തരെയും വിവിധ കാലങ്ങളിലായി ദൈവം ഉപയോഗിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I believe that God uses one of the other persons for His work. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം. Sometimes some of you might think about like this. ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? What qualifications I have so that God can use me? എനിക്ക് യാതൊരു നിലയിലും വിദ്യാഭ്യാസ യോഗ്യതയില്ല. I didn't have any education qualification that much. അല്ലെ വചനത്തിൽ എനിക്ക് അതിൻ്റെ അങ്ങനെ വലിയൊരു അറിവില്ല. I also don't have that much of a scripture knowledge. അങ്ങനെയുള്ള എന്നെ എങ്ങനെ ദൈവം എടുത്ത് ഉപയോഗിക്കും എന്നൊരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. Sometimes even among us doubt that if some believers think like that. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് തിരുവചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. But the word of God clearly teaches us that we should not think about like that. പ്രിയപ്പെട്ടവരെ, നാം അങ്ങനെ ഒരിക്കലും ചിന്തിക്കുവാൻ പാടില്ല. Dearly beloved, we should not think about like that. കാരണം ദൈവം ഉപയോഗിച്ച ഓരോ വ്യക്തിയുടെയും ചരിത്രം തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം മേലേക്കിടയിൽ ഉള്ള അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായവരെ അല്ല ദൈവം തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. From the scripture that we learn that the God uses those servants of God who were not that much light, they were not that much scripture the knowledgeable persons. അയ്യോ, ഞാനൊരു കഴിവില്ലാത്തവൻ അല്ലെങ്കിൽ ഞാനൊരു കഴിവില്ലാത്തവൾ എന്ന് ഒരിക്കലും നാം ചിന്തിക്കരുത്. We should never think about like I don't have that ability. ദൈവം വിവിധ നിലകളിൽ നമുക്ക് ഓരോരുത്തർക്കും വിവിധ കഴിവുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. God has given each one of us different measures of talents. അത് നമ്മെ വിവിധ സമയങ്ങളിലായി ദൈവം അതിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നതിലും യാതൊരു സംശയമില്ല. We should use it in due time for His glory. ഒരുപക്ഷെ മാനുഷിക ദൃഷ്ടിയിൽ ദൈവം ഉപയോഗിക്കുന്നതിന് വേണ്ട യോഗ്യതകൾ മറ്റു പലതുമായിരിക്കാം. In human understanding, it might be some other reasons that God may use those gifts for. എന്നാൽ യാതൊരു യോഗ്യതയുമില്ലാത്ത എന്നെയും നിങ്ങളെയും ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. But God, in His rich mercy, is using us for His glory. അതിനുള്ള ചില നിബന്ധനകൾ നാം പാലിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. We have to follow certain rules that's mentioned in the scripture. ദൈവിക പദ്ധതി അനുസരിച്ച് കാലാകാലങ്ങളായി നിരവധി പേരെ ദൈവം എടുത്ത് ഉപയോഗിച്ചായി നമുക്ക് തിരുവചനത്തിൽ നിന്നും നമ്മുടെ വർത്തമാന കാലത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We can certainly know of the fact that God has used many servants of God from the scriptures. ദൈവം ഉപയോഗിച്ച നിരവധി സ്ത്രീ പുരുഷന്മാരെ കുറിച്ച് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. We know of many brothers and sisters from the scriptures itself. God used them mightily. ഇത്തരത്തിൽ തികച്ചും അത്ഭുതകരമായി ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഇന്ന് കർത്താവിൽ ആശ്രയിച്ചത്.
I'd like to share from God's word about some of the persons that how God used them mightily for His word. ഈ വ്യക്തിയെക്കുറിച്ച് നാം പറയുകയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന്റെ മാനസാന്തരത്തിന് ദൈവം ഈ വ്യക്തിയെ എടുത്ത് ഉപയോഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. This person was used for the conversion of Apostle Paul. ഇപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും ആ വ്യക്തി ആരാണെന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. You might have guessed who that person would be. അതാരാണ്? Who would that be person? ശരി ഉത്തരം. അനന്യാസ് എന്ന് പറയുമ്പോൾ നാം ആദ്യം നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്ന അനന്യാസിൻ്റെയും സഫീറയുടെയും ജീവിതത്തോടുള്ള ബന്ധത്തിലാണ്. So we talk about that Ananias, the person he is. So when we think about Ananias, we think often about the Ananias and Sapphira story. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച ദമ്പതികളെ ആണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. We see that how they lied to the Spirit of God and how God punished them. തന്മൂലം അവർക്ക് നേരിട്ട ആപത്ത് അല്ല വിപത്ത് എത്ര വലിയതായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. And through that thing how God punished them that we all read in the story. എന്നാൽ നാം ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി തികച്ചും വ്യത്യസ്തനായ ഒരാളത്രേ. So now we're going to think for a different person. അദ്ദേഹത്തെ പറ്റി അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. We'll read that portions here from Acts of the Apostles chapter 9 verses from 1 till 10. സമയപരിധി ഉള്ളതുകൊണ്ട് 10 മുതൽ 19 വരെയുള്ള വാക്യം നമുക്ക് ഇന്ന് വായിക്കാം. Let's read from 10 verses 10 till 19. Acts 9:10 to 19. And there was a certain disciple at Damascus named Ananias, and to him said the Lord in a vision, Ananias, and he said, Behold, I am here, Lord. And the Lord said unto him, Arise and go into the street which is called Straight, and inquire in the house of Judas for one called Saul of Tarsus, for behold he prayeth, and hath seen in a vision a man named Ananias coming in, and put his hand on him that he might receive his sight. Then Ananias answered, Lord, I have heard by many of this man how much evil he had done to thy saints at Jerusalem. And here he hath authority from the chief priests to bind all that call on thy name. Verse 15. But the Lord said unto him, Go thy way, for he is a chosen vessel unto me, to bear my name before the Gentiles and kings and the children of Israel. For I will shew him how great things he must suffer for my name's sake. And Ananias went his way and entered into the house, and putting his hands on him, and said, Brother Saul, the Lord, even Jesus, that appeared unto thee in the way that as thou camest, has sent me, that thou mightest receive thy sight and be filled with the Holy Ghost. And immediately there fell from his eyes as it had been scales, and he received sight forthwith, and arose and was baptized. And when he had received meat, he was strengthened. Then was Saul certain days with the disciples which were at Damascus. അനന്യാസിനെ പറ്റി തിരുവചനത്തിൽ കേവലം 2 ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. About this person Ananias, we could see around two positions where we see Ananias mentioned in the Bible. ഒന്ന് നാം ഈ വായിച്ച ഭാഗത്തും മറ്റൊന്ന് അപ്പോസ്തല പ്രവൃത്തി 22-ന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും മാത്രമാണ് ഈ വ്യക്തിയെ പറ്റി രേഖപ്പെടുത്തി കാണുന്നത്. We see about this person one portion that we just read, and the other portion is in Acts chapter 22. ദൈവം ഉപയോഗിച്ച അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവ വിശേഷങ്ങൾ അനന്യാസിൽ നമുക്ക് കാണാൻ കഴിയും. We see that how God is using a person who has that characteristics. അത് നമുക്ക് ഓരോന്നായി അല്പമായി ഒരുമിച്ച് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. We'll see those things one by one. അവൻ ഒന്നാമത് ഒരു ക്രിസ്തു വിശ്വാസി ആയിരിക്കണം. ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അവൻ ഒരു ക്രിസ്തു വിശ്വാസി ആയിരിക്കണം. He should be, if God wants to use a good person, he should be a believer in Christ. ക്രിസ്തു വിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അങ്ങനെയുള്ളവർ സഭയുടെ അംഗങ്ങൾ കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റ നമ്മൾ ഓരോരുത്തരും ക്രിസ്തു വിശ്വാസികൾ ക്രിസ്തു സഭയുടെ അംഗങ്ങളുമാണ്. In other words, those who is member of the church are baptized and take part from the Lord's table. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ച ആ ഭാഗം ശ്രദ്ധിച്ചാൽ അത് കുറെ കൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. We can read that in Acts of the Apostles chapter 9 in detail. ക്രിസ്തു വിശ്വാസികളെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ശൗലിനോട് കർത്താവ് ഇടപെടുന്ന ഒരു സംഭവം നമുക്ക് അവിടെ 4-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. We see that how the Saul was persecuting the Christians there and how God is dealing with him. 9-ാം വാക്യം, ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നാണ് അവിടെ കർത്താവ് ശൗലിനോട് പറയുന്നത്. Lord is saying to Saul, Saul, why thou persecutest me? ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സഭ അല്ലെങ്കിൽ ഓരോ വിശ്വാസിയും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ തന്നെയാണ്. Every believer is a member of the church of Christ. ചുരുക്കത്തിൽ ഒരു ക്രിസ്തു ഭക്തനെ
ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കുകയോ ശാരീരികമായോ മാനസികമായോ വ്രണപ്പെടുത്തുകയോ ചെയ്യുന്നുവെങ്കിൽ അത് കർത്താവിനെ തന്നെ ഉപദ്രവിക്കുന്ന തുല്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. If a believer is being persecuted for Christ's sake, that equals to what you are persecuting God. നാം ഓർത്തപോലെ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അവൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിയും ദൈവം എടുത്ത് ഉപയോഗിക്കും എന്നതിൽ സംശയമില്ല. There is no doubt that God will definitely use his followers who abide in him, who follows his commands. നമ്മിൽ പലരിലും ഇത്തരം ഒരു ധാരണ കടന്നുകൂടിയിട്ടുണ്ട്. In many occasions in our own life, these kinds of feelings are or thinkings in our life as well. അതായത് നാം ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. We think like this. കർത്താവിന് വേണ്ടി എരിഞ്ഞ് ശോഭിക്കുന്നവർ അല്ലെങ്കിൽ ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് വാഗ്മികളായ അല്ലെങ്കിൽ സാമർഥ്യമുള്ളവരായ ദൈവമാണ് എന്നാണ് പലരും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിന്ത. Sometimes we often think like this, that God will definitely use only those persons who are very good at in preaching or good at something. ഒരു സംശയം വേണ്ട, അങ്ങനെയുള്ളവരെ ദൈവം ധാരാളമായി എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. We know that for such kind of persons God will definitely use them, there's no doubt about it. എന്നാൽ അവരെക്കാൾ അധികം ദൈവം ഉപയോഗിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. But beyond that we can say that God can use each one of us as well. That is also true. നാം ഇങ്ങനെ ഒരു പദം സാധാരണ പറയാറും കേൾക്കാറുമുണ്ട്, ശ്രേഷ്ഠദാസന്മാർ. We sometimes hear this phrase that is a great servant of God. ദൈവസഭയിൽ അങ്ങനെ ഒരു പദവി ആർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. In the Christendom, there's no such phrase like that. അതൊരു പക്ഷേ നമ്മുടെ ബുദ്ധിമോശം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നാം ചിലർക്ക് ചാർത്തി കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. Sometimes with our unfamiliarity or not that much knowledge, we sometimes give that title to someone. നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ കടന്നു വന്നിരിക്കുന്ന തെറ്റായ ഒരു പ്രവണതയാണ്, ധാരണയാണ്. അത് തിരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. This kind of we have to rectify it. ദൈവസഭയിൽ ശ്രേഷ്ഠദാസന്മാർ എന്നൊരു സ്ഥാനം ഇല്ല തന്നെ. In the sight of God, there is no title like great servants of God. സഭയിൽ എല്ലാവർക്കും തുല്യസ്ഥാനം മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് കൂടിയ പദവി, മറ്റൊരാൾക്ക് കുറഞ്ഞ പദവി, അങ്ങനെ ഒരു സ്ഥാനം നിർണ്ണയം ക്രിസ്തു സഭയിലില്ല. In the Church of Christ, we don't have a kind of title like you great or small. നാം ഇന്ന് കാണുന്ന പല സഭകളും അത്തരത്തിലുള്ള പദവികൾ നൽകി അവരെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും വാഴ്ത്തിപ്പോഴ്ത്തുന്നതുമായിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. In many other churches, we could see some kind of honor given to that persons. അത് തികച്ചും വചനവിരുദ്ധമാണ് എന്നുള്ളതാണ് നാം ഓർത്തിരിക്കേണ്ട സംഗതി. We should remember the fact that it's completely against the word of God. തികച്ചും ദുഃഖമെന്ന് പറയട്ടെ, ആ പ്രവണത ഇന്ന് നമ്മുടെ സമൂഹത്തിലും ചിലയിടങ്ങളിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് പറയാതെ വയ്യ. Sadly to say, nowadays we could see that kind of mentality also creeping into our own churches. തീർച്ചയായും അത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. Definitely that is not the right thing. കാരണം നമ്മുടെ ദൈവത്തിന് നാം കൊടുക്കേണ്ട സ്ഥാനം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ കൽപ്പനാലംഘനം കൂടിയാണ്. If we are breaking the command that if we give honor to other persons than to God. ദൈവം അത് നമ്മിൽ നിന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല തന്നെ. God doesn't expect from each one of us on that. ദൈവം തന്റെ മഹത്വം മറ്റാർക്കും കൊടുക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം എന്നുള്ളത് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. The scripture clearly states that God doesn't want to share his glory among us. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അമിത പ്രാധാന്യം മറ്റുള്ളവർക്ക് നൽകുന്നത് ദൈവവചനത്തിന് വിരുദ്ധമാണ്, ദൈവത്തിന് അത് പ്രസാദമായുള്ള കാര്യമല്ല എന്നുള്ളതാണ്. If we give more importance to some persons, that is against the word of God. നാം അങ്ങനെ മറ്റുള്ളവർക്ക് അമിത പ്രാധാന്യം നൽകുന്നുവെങ്കിൽ അത് കൽപ്പനാലംഘനമാണെന്ന് നാം ഓർക്കുകയുണ്ടായിരുന്നു. If we give more importance to some persons, then that is against the word of God. നമ്മുടെ പ്രഥമ സ്ഥാനം നാം ആർക്കാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് കൊടുക്കുന്നത്? Who is our first position that we give or attribute to? നമുക്കൊന്ന് സ്വയം ശോധന ചെയ്യാം. Let us introspect our own lives. കർത്താവ് സഹായിക്കട്ടെ. God from that. തീർച്ചയായും അതൊരു അപകട സൂചനയാണ്. വ്യക്തി കേന്ദ്രീകൃതമല്ല ദൈവസഭ. So Church of Christ is not something that needs to be centered around any portions. നാം ഓർത്തുപോലെ ശ്രേഷ്ഠദാസന്മാർ, ശ്രേഷ്ഠത കുറഞ്ഞ ദാസന്മാർ എന്നിങ്ങനെ ഒരു വേർതിരിവ് ക്രിസ്തു സഭയിൽ ഇല്ല. എത്ര ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആർക്കും ദൈവസഭയിൽ അനുവദിച്ചിട്ടുമില്ല. In the Church of Christ, there is no title being given like a great servants of God or less title that is given. That's not the case. There is no celebrity status given to. നാം നേരത്തെ ഓർത്തതുപോലെ ചിലയിടങ്ങളിൽ ചിലർക്കത് ചാർത്തിക്കൊടുത്ത് അവരെ വാഴ്ത്തി പാടുന്നതായിട്ട് ഉള്ള സംഭവങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.
We could see that sometimes this kind of feelings is also there, that's in other churches. ഒരുവൻ മറ്റൊരുവനെ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളണം എന്നുള്ള ദൈവവചനം മറന്നല്ല ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചത്. We should always consider the others greater than ourselves. ആ വിഷയം മറന്നല്ല ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. I am not talking about this forgetting that fact. എന്നാൽ അതൊരു എക്സ്ട്രീം ലെവലിലേക്ക് പോകാൻ പാടില്ല, പോയാൽ അത് അപകടമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. But in summary, what I want to say is that we should not go to that extreme end of that mentality of thinking. ഇതുള്ള ബന്ധത്തിൽ വളരെ പ്രസക്തമായൊരു വേദഭാഗം കൂടി നമുക്ക് വായിക്കാം. കൊരിന്ത്യർ 1:27-28 വാക്യങ്ങൾ വായിക്കാം. In connection with that, let's turn to 1 Corinthians chapter 1. 27-29. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. ഇതത്രേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ദൈവിക തിരഞ്ഞെടുപ്പിന് അതീതമായി നാം തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല. അല്ല, അങ്ങനെ ആയാൽ അത് ദൈവവാക്കിനെ ധിക്കരിക്കുന്നതിന് തുല്യം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We could say from this verses that we should not choose beyond and above what God has chosen. If that's the case, then we are violating the word of God. അത് ദൈവത്തിൻ്റെ വാക്കിനെ നാം അനുസരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ധിക്കരിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. It's kind of we are not obeying the commandment of God. കർത്താവിൽ പ്രസിദ്ധനായ എന്നൊരു പദം തിരുവചനത്തിൽ നമുക്ക് റോമാലേഖനത്തിൽ കാണാൻ കഴിയും. In Romans we read about Romans 16 and 13 we read about a phrase there. അത് അപ്പോസ്തലന്മാർ പൗലോസ് റോമയിലുള്ള ചില വിശ്വാസികളെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച ചില പദങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Apostle Paul is using those phrases to greet others. അത്തരത്തിലൊരു നീണ്ട ലിസ്റ്റ് 16-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. The great list is mentioned in this Romans chapter 16 of how Paul is greeting others. അങ്ങനെയുള്ളവർക്ക് അവിടെ അമിത പ്രാധാന്യം നൽകി എന്ന് ഒരു ധ്വനി അവിടെ ഉണ്ടാകുന്നില്ല. So it doesn't mean that he is giving more importance to them. അത് അവരെ പരിചയപ്പെടുത്തുന്നതിനായി അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ച ചില പദങ്ങളാണ്. So those phrases are just to remind ourselves that he is greeting them. അതേപ്പറ്റി അത്രയും മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. So I would like to go to another portion now. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും സഭയിലുള്ള ഓരോരുത്തരും തുല്യരത്രയെന്ന് നാം ചിന്തിക്കുന്നുണ്ടായിട്ടോ? In church we are all equal in His ഇവിടെ sight. ഒരു വേർതിരിവിൻ്റെ ആവശ്യമില്ല. കാലാകാലങ്ങളായി ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ച് അവൻ്റെ മക്കളാക്കി തീർത്തു. There's no division in the church on the basis of this. So God has chosen us from foundation of this world. ഇവിടെ പ്രായഭേദമില്ലാതെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അതുപോലെ എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അതിനെ നാം ഒരിക്കലും വേർതിരിച്ച് കാണുവാൻ പാടുള്ളതല്ല. We are all the children of God. We are equal in His sight. We should not pause or we should not divide on the basis of that. തൻ്റെ ദൈവത്തിൻ്റെ രാജ്യവിസ്തൃതിക്കായി ദൈവഹിത പ്രകാരം വ്യക്തികൾ പലവിധത്തിലുള്ള ശുശ്രൂഷകൾ ദൈവനാമഹത്വത്തിന് വേണ്ടി ദൈവം നൽകിയിട്ടുണ്ട്. God has given certain gifts and talents to each person for the extensions of His kingdom. അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്ക് അനുസരിച്ച് ചെയ്യുക എന്ന് മാത്രമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. But God is expecting from each one of us to do according to the measure that He has given. We should obey it and we should practice that in the church. മറിച്ച് അതിൽ ആരും ക്രെഡിറ്റ് എടുക്കേണ്ട കാര്യമില്ല, സംഗതിയില്ല. അങ്ങനെയായാൽ അത് ദൈവവിരുദ്ധം ആണ് എന്നുള്ളതാണ്. On the contrary, we should not take credit for all the things that we do there. നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ, അറിവുകൾ, താലന്തുകൾ ഇവയെല്ലാം ദൈവനാമഹത്വത്തിന് ദൈവസഭയുടെ കെട്ടുപണിക്കുമായി ഉപയോഗിക്കുക എന്ന് മാത്രമാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. God is expecting from each one of us what God has given us, the talents and the knowledge that He has given us. We should use it for the extension of His kingdom. നമ്മുടെ സ്വയം പുകഴ്ചയ്ക്കല്ല, അത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് ആണ് എന്നുള്ള ചിന്തയിൽ മാത്രം നാം അത് ചെയ്യേണ്ടതാണ്. We should not use it for our own self-glorification, but instead should be used only and only for the glorifying of Christ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സഭയിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രം ശ്രേഷ്ഠൻ എന്ന്, അവൻ മാത്രം പ്രസിദ്ധൻ, അവൻ മാത്രം എല്ലാം എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. In our personal life and in our church life, we should have this mentality that God alone, He is the one who is the supreme, who is always need to be glorified. ഇതായിരിക്കട്ടെ നമ്മുടെ ചിന്ത, ഇതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. This should be our thoughts every day in our lives. പ്രിയപ്പെട്ടവരെ, ഞാൻ വിഷയം വിട്ടുപോയതല്ല, സന്ദർഭവശാൽ ഇത്രയും കാര്യങ്ങൾ കൂടി ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. Just to put that into context, that's why I set up all these things. നമുക്ക് വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. Let's come back to the topic. ദൈവം എടുത്തുപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യം ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവനൊരു ക്രിസ്തു സഭാംഗം ആയിരിക്കണം എന്നുള്ളതാണ്, ക്രിസ്തു വിശ്വാസി ആയിരിക്കണം എന്നുള്ളത്. If a person God needs to use him for His glory, then firstly he should be a believer in Christ. രണ്ടാമത് നാം കാണുന്നത് ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി
ഒരു സാധാരണക്കാരനായിരിക്കും എന്നുള്ളതാണ്. ദൈവദൃഷ്ടിയിൽ അവൻ വലിയവനാണ് എന്നുള്ളതാണ്. Secondly, how God is here using him, that person for his glory, that he will be a normal person and he will be a great person in the sight of God. നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയെ ആയിരിക്കും ദൈവം പലപ്പോഴും എടുത്ത് ഉപയോഗിക്കുക. Sometimes God uses or selects or choose some person who we don't who will be a surprise for each one of us. അത്തരക്കാരെ ദൈവം തന്റെ ഹിതപ്രകാരം ഏത് സമയത്തും സ്ഥലത്തും എടുത്ത് ഉപയോഗിക്കും. അതൊരു പക്ഷേ നമുക്ക് ആശ്ചര്യമായി തോന്നാം. എന്നാൽ ദൈവഹിതം അങ്ങനെയാണ് എന്ന് നാം ഓർത്ത് അതിന് കീഴടങ്ങിയിരിക്കുകയാണ് വേണ്ടത്. Maybe he will choose that person. Maybe that person who is selected, we sometimes feel astonished, but that should not be the case. But we should submit ourselves in his mighty hand. അതെ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് പലപ്പോഴും നമുക്ക് ആശ്ചര്യമുളവാക്കുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു സംശയമില്ല. Sometimes God's selection sometimes brings us astonishment. ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് തിരുവചനത്തിൽ നിന്ന് ലഭ്യമാണ്. There are many instances like this where ഒരു ഉദാഹരണം അതുള്ള ബന്ധത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. One instance I would like to point out here is ആരാം രാജാവായിരുന്ന രാജാവിൻ്റെ സേനാപതി ആയ നയമാന്റെ ചരിത്രം നമുക്ക് ഏവർക്കും അറിയാം. We know about the story of Naaman. ദൈവം തന്നോട് ഇടപെടുന്നതിന് അവിടെ ഒരു ബാല്യക്കാരത്തെയാണ് ദൈവം തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. We see that how God is choosing a young person there to confront them. ഇത് 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. The story is mentioned in 2 Kings chapter 5. അതുപോലെ തന്നെ ദൈവം തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരുടെ ബന്ധത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത് എത്രയും താണ അവസ്ഥയിലായിരുന്നു പ്രിയപ്പെട്ടവരെ ആയിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. Also when we come back to the New Testament, how God is Lord Jesus is selecting those 12 disciples, what were their status we think about. ഇവിടെ നാം ഓർത്ത വ്യക്തിയും പൗലോസിനെ മാനസാന്തരത്തിൽ കൊണ്ടുവരുന്നതിനായി ദൈവം തിരഞ്ഞെടുത്ത അനന്യാസ് വെറും സാധാരണ ഒരു ദൈവഭക്തനായിരുന്നു എന്ന് നാം ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. We also see from the scriptures that we understand that God has selected Ananias, who is also a normal humble being who was used mightily for the conversion of Saul. അനന്യാസ് ഒരു പുരോഹിതനോ അപ്പോസ്തലനോ അല്ലെങ്കിൽ നാം ഇപ്പോൾ പറയുന്നത് പോലെ ഒരു ശ്രേഷ്ഠദാസനോ ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We know that Ananias was not kind of a great servant of God. He was not a chief priest. അവൻ സാധാരണ ഭക്തൻ മാത്രമായിരുന്നു. He was just a normal believer in Christ. എന്നാൽ വലിയൊരു സുവിശേഷ സംരംഭത്തിന്റെ തുടക്കത്തിന് ദൈവം അവനെ എടുത്ത് ഉപയോഗിച്ചു എന്നുള്ളത് എത്രയോ അത്ഭുതകരമായ ഒരു കാര്യമാണ്. But it's a great miracle that God used him for starting on the extension of his kingdom. തീർച്ചയായും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കും എന്നുള്ളത് അനന്യാസിന്റെ ജീവിതത്തോട് ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. From the life of Ananias, that one thing that we can see that God will definitely use it if we surrender ourselves in the sight of God. ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു യോഗ്യത എന്ന് പറയുന്നത് അവൻ ഒരു ദൈവഭക്തൻ ആയിരിക്കണം എന്നുള്ളതാണ്. The next qualification for God to use him for his glory is he should be a believer. അനന്യാസിനോട് ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ താനൊരു ദൈവഭക്തനായിരുന്നു എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. In Acts of the Apostles chapter 22 and verse 12 that we read that how God is using this person Ananias there. ശൗലിന്റെ മാനസാന്തരത്തിന് ശേഷം താൻ അനന്യാസിനോടുള്ള ബന്ധത്തിൽ പറയുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. We see that in verse 12 God is saying that and one Ananias, a devout man according to the law, having a good report of all the Jews which dwelt there. അവിടെ നാം വായിക്കുന്ന അനന്യാസ് ദമസ്കോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നാണ് നമ്മുടെ വായിച്ചത്. He mentioned that he is a devout man according to the law. ദമസ്കോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവൻ എന്നാണ് നമ്മുടെ വായിച്ചത്. ഓൾ ജൂസ് എന്നുള്ളത് having a good report of all the Jews which dwelt there. അവിടെ ചുരുക്കം ചിലരുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളുടെ കാര്യമല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. It's not just only for a certain group is mentioned but for from all the Jews. അന്യാസ് ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. വിവിധ തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആണ് എന്നല്ല അവിടെ രേഖപ്പെടുത്തുന്നത്. മറിച്ച് സകലരാലും മാനിക്കപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും ചെയ്യുന്ന ഒരു വ്യക്തിയെ ആയിട്ടാണ് അവിടെ നാം കാണുന്നത്. We see that this person he was a devout man, he was having a good report from all the Jews. ചുരുക്കത്തിൽ എല്ലാവർക്കും സമ്മതനായ ഒരു വ്യക്തി ആയിരുന്നു. തന്നെപ്പറ്റി മറ്റുള്ളവർക്ക് യാതൊരു ദോഷവും പറയുവാൻ
ഇല്ല എന്നുള്ളത് അനന്യാസിനോട് ഉള്ള ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. From his life we see that he was having a good report among all the Jews that were there. തന്നെപ്പറ്റി നാം കാണുന്ന മറ്റൊരു പ്രത്യേകത എന്നത് ന്യായപ്രമാണ പ്രകാരം ജീവിച്ച ഒരു വ്യക്തി ആയിരുന്നു എന്നാണ്. The next qualification that we see from Ananias' life is the person who led obeying the God's law, His commandments. അതെ, തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം യേശുക്രിസ്തുവിന് അവൻ്റെ വചനത്തിനും പ്രാധാന്യം നൽകി അതിൻ പ്രകാരം ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അനന്യാസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. In his words and in his action, he always obeyed God's commandment in his words and obeyed accordingly. എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും വിശ്വസ്ത ആചരിക്കുകയും ചെയ്യുന്ന ഒരുവനെ മാത്രമേ ദൈവത്തിന് എടുത്തുപയോഗിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത്. One other thing is that God will definitely use only those persons who surrender their lives, who obeys His commandments and do it accordingly. പ്രിയപ്പെട്ടവരെ, നാം ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരാണോ? Are we, dearly beloved, are we among that lot? അതൊന്നും നമ്മുടെ ഭക്തി വെറും കപടഭക്തിയായി മാറിയാൽ ദൈവത്തിന് നമ്മെ ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയുകയില്ല എന്നുള്ളതും വളരെ വസ്തുതയാണ്. On the other hand, if we are hypocrites, then definitely God will not use you. നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താൻ കർത്താവ് സഹായിക്കട്ടെ. That may the Lord help us to introspect our own lives, how we are in His sight. നാലാമത് വേണ്ട യോഗ്യത എന്നുള്ളത് ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എപ്പോഴും തൻ്റെ കൃത്യനിർവഹണത്തിന് സന്നദ്ധനായിരിക്കണം എന്നുള്ളതാണ്. The fourth thing that God wants to use you is that you should be always readily available for His service. ഇവിടെ ഒഴിവൊഴിവ് പറഞ്ഞ് മാറുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന് ആവശ്യമില്ല. He doesn't want like someone who provides always excuses for His service. മറിച്ച് ദൈവസന്നിധിയിൽ എപ്പോഴും സന്നദ്ധയോടുകൂടി ആയിരിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. On the contrary, he should be always ready and available for His service. ചില വിശ്വാസികളുടെ കാര്യത്തിൽ പലപ്പോഴും അവരെ ദൈവകാര്യങ്ങൾക്ക് ലഭ്യമല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. In connection with certain believers, we see that they are not easily readily available for God's work. എപ്പോഴും അവർ തിരക്കിലാണ്. They are all busy in their lives. നാം ഓരോരുത്തരും തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലാണ് ആയിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. Dearly beloved, there is no doubt we are all in this very busy life that we are living. എന്നാൽ ദൈവവിളിക്ക് ഒരു വിശ്വാസി എപ്പോഴും കാതുള്ളവനായിരിക്കണം. അതായത് ദൈവം തന്നെക്കൊണ്ട് തൻ്റെ രാജ്യവിസ്തൃതിക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ അവൻ എപ്പോഴും സന്നദ്ധനായിരിക്കണം എന്ന് ചുരുക്കം. But dearly beloved, we should always be in that remind ourselves that we should be readily available in His presence to do the extension of the kingdom of God. അത് വിവിധ നിലകളിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുവാൻ കഴിയും എന്നുള്ളതും ആണ് സത്യം. And this is another true fact that we can all do in whatever levels that we can do for His. നാം ഓർത്ത പോലെ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അത് പുറകോട്ട് പോകുന്നുവെങ്കിൽ ദൈവത്തിന് ഒരിക്കലും നമ്മെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. In those instances, if we push back ourselves, then God definitely cannot use Him. ഇവിടെ അനന്യാസിനുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ താൻ ദൈവവുമായി നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. We see from the life of Ananias that he was always readily available and in service of God. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? How can we say it like that? 10ാം വാക്യം ശ്രദ്ധിക്കുക. We read that in verse 10. കർത്താവ് അവനെ അനന്യാസി എന്ന് വിളിച്ചപ്പോൾ ക്ഷണത്തിൽ അവൻ ഉത്തരം നൽകുന്നത് കാണുക. When the Lord is calling him Ananias, we see that his response is, "Behold, I am here, Lord." 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ദൈവവും താനും തമ്മിലുള്ള ആ സംഭാഷണത്തിൻ്റെ മാധുര്യം നമുക്ക് കാണുവാൻ കഴിയും. The next thing that we see from verses 10 to 14, how God and Ananias is conversing themselves there. എത്ര സ്നേഹത്തോടെ, എത്ര അടുപ്പത്തോടെ, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് ദൈവവും അവനും തമ്മിൽ സംഭാഷണം നടത്തി. We see the conversation happening between Lord and Ananias, how sweet and how as a friend, a dear friend, they are communicating with each other. അവിടെ അനന്യാസ് ചില സംശയങ്ങൾ, വിശേഷിച്ചും ഇവിടെ ശൗലിനോടുള്ള ബന്ധത്തിലായതിനാൽ അവിടെ ചില സംശയങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. So he was having, in this context, he was having certain questions that was being asked to Lord. എന്നാൽ താൻ തുടർന്ന് ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് അത് അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. But he will see that he is obeying what God is saying back to him. കാരണം ദൈവത്തോട് നിരന്തരമായ സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ കഴിയൂ എന്നുള്ളതൊന്ന് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. That's only because of the fact that he is always is readily available, always having a constant fellowship with the Lord. ദൈവസന്നിധിയിൽ തനിയെ ആയിരിക്കേണ്ട ആവശ്യകത എത്ര ഗൗരവമേറിയതെന്ന്
പ്രിയ മകൻ ടൈറ്റസ് കഴിഞ്ഞ ദിവസം നടത്തിയ സന്ദേശത്തിലൂടെ നമുക്ക് കേൾക്കാനിടയായി. In the last week, Titus brought us to share the word that how important for us to be alone in His presence. ദൈവമായുള്ള സമ്പർക്കം വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാലയളവാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. We are all living. Myself and yourself, we all are living in this world where we need utmost importance of having a conversation with God alone. ദൈവമായുള്ള നമ്മുടെ ബന്ധം അല്ലെങ്കിൽ അവനോടുള്ള നമ്മുടെ ഇടപെടലുകൾ എപ്രകാരമായിരിക്കുന്നു? അത് നിരന്തരമായൊരു പ്രക്രിയയാണോ അതോ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരിക്കലോ നടക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണോ ഇരിക്കുന്നത്? How is our dealing? How is our conversation with God? Is it only once a week, or is it a continuing conversation that we have enjoy with the Lord? അങ്ങനെയെങ്കിൽ അതിനൊരു മാറ്റം വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. If we are just only communicating once a week, then it's a high time that we have to change that practice. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം അവർണ്ണനീയമാണ്. So if we continue have a continuing conversation with Christ, with God, then we will definitely receive all those blessings from Him. ദൈവമായുള്ള നമ്മുടെ സമ്പർക്കം എപ്രകാരമായിരിക്കുന്നു നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താൻ കർത്താവ് സഹായിക്കട്ടെ. May the Lord God help us to introspect our own lives, how we are coming into the presence of the Lord. Are we doing it on a daily basis or not? അഞ്ചാമത്തെ ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഗുണവിശേഷം എന്നുള്ളത് സമശിഷ്ടങ്ങളോട് അലിവുള്ളവർ അല്ലെങ്കിൽ ആർദ്രതയുള്ളവർ സ്നേഹമുള്ളവർ ആയിരിക്കണം എന്നുള്ളതാണ്. The next thing if God wants to use you is that how is our conversation, how is our relationship with other co-believers. അനന്യാസ് ശൗലിൻ്റെ അടുത്തെത്തിയപ്പോൾ എത്ര സ്നേഹത്തോടെ അല്ലെങ്കിൽ എത്ര ആർദ്രതയോടെയാണ് ഇടപെട്ടത് എന്ന് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയും. When Ananias met Saul there, how having a good conversation he was having with Saul there. ദൈവസഭയ്ക്ക് വിശുദ്ധന്മാർക്ക് അനേക പീഡനങ്ങൾ ചെയ്ത ഒരു വ്യക്തി ആയിരുന്നു ശൗൽ എന്ന് അനന്യാസിന് അറിയാമായിരുന്നു. Even though Ananias knew that how this person Saul has done those much evil for the saints of Jerusalem. എന്നാൽ അനന്യാസ് ശൗലിനെ കണ്ടപ്പോൾ അതൊന്നും കാണിക്കാതെ അല്ലെങ്കിൽ അവിടെ താൻ ഒരു സംയമനം പാലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. But without those prejudgment, he restrained himself, and he was seeing how he was conversing with Saul here. ഒരുപക്ഷെ അപ്പോസ്തലനായ അനന്യാസിന്റെ ഭാഗത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നുവെങ്കിൽ നാം എപ്രകാരം ഇടപെടും ആയിരുന്നു? If instead of that disciple Ananias, if we are there, how would we have dealt in that situation? സഹ വിശ്വാസികളെ പീഡിപ്പിച്ചവനെ നേരിട്ട് കിട്ടിയ അവസരം രണ്ടു വാക്ക് പറയാം എന്ന് നാം ചിന്തിക്കും, അല്ലേ? We would think on a humanly note that we think that he is the person who has persecuted many Christians, so I should say some two words against him. തീർച്ചയായും നാം ആയിരുന്നെങ്കിൽ ആ അവസരം പാഴാക്കുകയില്ല. ശരിക്ക് അനന്യാസിനോട് ശൗലിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്താണെന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. At least if we were in that same situation, we would definitely might have asked all these questions to Saul. എന്നാൽ ഇവിടെ അനന്യാസ് ശൗലിനോട് ഇടപെടുന്നത് എത്ര വാത്സല്യത്തോടെയാണ്. But we see that how Ananias is dealing with Saul here. ശൗലേ സഹോദര എന്നുള്ള വിളിയോടെയാണ് അവൻ ശൗലിനോട് ഇടപെട്ടത്. എത്ര മാതൃകാപരമായ ഒരു പ്രവൃത്തി. Where he is setting as an example of how we see him calling Saul as brother Saul. ഇവിടെ നമ്മുടെ പ്രവൃത്തി എപ്രകാരമായിരിക്കുന്നു? How is our actions when we see ourselves? പുറമേ ചിരിച്ച മുഖവും അകമേ ഉള്ളിൽ കത്തുന്ന രോഷമാണോ നമ്മിൽ പ്രകടമാകുന്നത്? Or is it like a double-minded mind that we have, that outside we show others that how loving we are, but inside it's the opposite? കൂട്ടു സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? Are we able to love our co-believers? ഇവിടെ ഒരു വിചിന്തനത്തിൻ്റെ ആവശ്യം വളരെയാണ്. There's a great introspection in this aspect in our lives. നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. Let us introspect our own lives in this portion. കർത്താവ് സഹായിക്കട്ടെ. May the Lord help us. ആറാമതായി ദൈവം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ മറ്റുള്ളവരെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ളവനാണ്. The next point is what I would like to highlight is that God is the one who will use a person who leads other persons for his growth. ഇവിടെ അനന്യാസ് പൂർണ്ണമായും പൗലോസിനെ അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ച് നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We see that how Ananias has led up Saul here for his glory. ആത്മീയ അനുഗ്രഹം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മീയമായി മറ്റുള്ളവരെ
പ്രോത്സാഹിപ്പിക്കാനും സമൃദ്ധിയിലേക്ക് നടത്തുവാനും കഴിയൂ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. If a person who has received spiritual blessing, then only that person can lead another believer spiritually in his spiritual growth. ദൈവം അത്ഭുതകരമായി ഉപയോഗിച്ച അനന്യാസിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാകട്ടെ. May the life of Ananias be a lesson for each one of us to practice in our own lives. ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ ആവശ്യം ഉണ്ടായിരിക്കേണ്ട 6 കാര്യങ്ങളെ പറ്റിയാണ് നാം ഇന്ന് ചിന്തിച്ചത്. The 6 qualifications that a person should have if God wants to use you. ഒന്നാമത് നാം ചിന്തിച്ചത് അവനൊരു ക്രിസ്തു ഭക്തൻ അല്ലെങ്കിൽ ദൈവസഭയുടെ അംഗമായിരിക്കണം എന്നതാണ്. First thing, that he should be a member of Christ, or he should be a believer in Christ. രണ്ടാമത് ദൈവം ഉപയോഗിക്കുന്ന വ്യക്തി നമ്മുടെ ദൃഷ്ടിയിൽ നിസ്സാരക്കാരനായിരിക്കാം, എന്നാൽ ദൈവദൃഷ്ടിയിൽ വളരെ വിലയുള്ളവനാണ് അവൻ എന്നാണ്. Secondly, we might think that we might be astonished of God's choosing that, but in our side be a normal person, but in God's side he is a great person. മൂന്നാമതായി നാം ഓർത്തത് ദൈവം ഉപയോഗിക്കുന്ന വ്യക്തി ഒരു ദൈവഭക്തൻ ആയിരിക്കണം എന്നുള്ളതാണ്. The third qualification he should have is that person should be a devout man. ഇവിടെ കപടഭക്തിക്ക് സ്ഥാനമില്ല. There's no place for hypocrisy in this aspect. പകരം ന്യായപ്രമാണ പ്രകാരം ജീവിക്കുന്ന അല്ലെങ്കിൽ തിരുവചനാടിസ്ഥാനത്തിൽ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയെ മാത്രമേ ദൈവം ഉപയോഗിക്കൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. He should always obey God's word and his commandments, then only God will use him. നാലാമത് നാം ഓർത്തത് ദൈവം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ ഏത് സമയത്തും എപ്പോഴും തൻ്റെ കൃത്യനിർവഹണത്തിന് സന്നദ്ധനായിരിക്കണം എന്നുള്ളതാണ്. Fourth thing that we have remembered, that he should be always readily available for his service. ഒഴിവൊഴി പറയുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന് ആവശ്യമില്ല എന്ന് നാം ചിന്തിക്കുക. God doesn't want a person who always provides excuses for his service. സന്നദ്ധനായി ദൈവ പ്രവൃത്തി ചെയ്യുവാൻ സന്നദ്ധനായി അവൻ എപ്പോഴും ആയിരിക്കണം എങ്കിൽ മാത്രമേ അവനെ ദൈവം ഉപയോഗിക്കുകയുള്ളൂ എന്ന് നാം ഓർക്കേണ്ടായി. God will use you only if you are already available for his glory, for his service. കൂട്ടു സഹോദരങ്ങളോട് അല്ലെങ്കിൽ സമശിഷ്ടങ്ങളോട് നാം എപ്രകാരമായിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. Next, fifthly, we have to introspect our own lives. How are we with our co-believers? How are we loving with our co-believers? നാം സമശിഷ്ടങ്ങളോട് കൂട്ടു സഹോദരങ്ങളോട് കാണിക്കുന്ന സ്നേഹം അതിൽ വ്യാജമുണ്ടോ അതോ നിർവ്യാജമാണോ? Is there a hypocrisy in the love when we love other co-believers or not? We have to introspect. വ്യാജമായി കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കുന്ന ഒരുവൻ മാത്രമേ ദൈവം എടുത്ത് ഉപയോഗിക്കൂ ഉള്ളതും എന്ന് നാം ചിന്തിക്കുക. God will only use you if you do not have any hypocrisy when you love others. ഒടുവിലായി നാം ഓർത്തത് ദൈവം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ മറ്റുള്ളവരെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ പ്രാപ്തനായിരിക്കണം എന്നുള്ളതാണ്. The last thing that we have read, if God wants to use you, you should lead others for his പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ, താലന്തുകൾ ദൈവനാമത്തിൽ ഉപയോഗിക്കാൻ വരും കാലങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. Dearly beloved, may God help each one of us with the talents and the measures that he has given us to be used for his own glory. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമമായിട്ടുന്നു. ദൈവനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. I'd like to conclude this by saying this, may his name alone be glorified. Thank you. പരിശുദ്ധമായ ദൈവമേ, നികരിക്കപ്പെട്ട ഞായറാഴ്ചയുടെ നികരിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കടന്നുവന്ന സമയത്ത് ഈ സമയം ഈ കർത്താവിന്റെ സാന്നിധ്യം ലഭിച്ചൊരുക്കുവാനും കർത്താവിനെ നോക്കുവാനും കർത്താവിനെ മോശപ്പെടുത്തുവാനും അങ്ങേ ആരാധിക്കാനുള്ള സൗഭാഗ്യം നൽകി തന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളൊക്കെ ഈ കാണാവുന്ന സ്ഥലങ്ങളിൽ ഭദ്രമായി ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. ആരോഗ്യമായും ഭൗതികമായും കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ച കർത്താവിന്റെ സ്നേഹത്തിന് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ അയോഗ്യത കണ്ടിട്ട് കർത്താവെ ഞങ്ങളുടെ കർത്താവിന്റെ കൃപ തോന്നി ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ച് ഞങ്ങളുടെ മക്കളാക്കി തീർത്തു. സ്വർഗീയ ആത്മീയ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ നിറച്ചു. ഞങ്ങളെ ശ്രേഷ്ഠമായ ബന്ധാവിൽ കൂടി ഞങ്ങൾ നടത്തി. ഞങ്ങൾ ആഗ്രഹിച്ചതനുസരിച്ച് എത്തുന്ന പരമായി കർത്താവെ ഞങ്ങളെ നടത്തിയ കർത്താവിനായിട്ട് നന്ദിയോട് സ്തോത്രം. വീണ്ടും ഈ ഞായറാഴ്ച കാലം ഞങ്ങൾക്ക് കർത്താവെ ഒരുമിച്ച് ദിവസങ്ങളായിരിക്കാനും അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും ദേശത്ത് പങ്കുകൊള്ളുവാനും കർത്താവിന് വേണ്ടി കൊടുക്കുവാനും കർത്താവിനെ തന്നെ കേൾക്കുവാനും ഞങ്ങൾ ഇടയാക്കി വരെ സംസാരിപ്പാൻ കർത്താവിൻ്റെ മകനെ കർത്താവ് ബലപ്പെടുത്തി. അനന്യാസിനെ കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ചിന്തകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഒരു തികഞ്ഞ ദൈവഭക്തനായി അനേകരെ ദൈവകൃപയിലേക്ക് നയിക്കുന്ന ഒരു ദൈവഭക്തനെ കുറിച്ച് കേൾക്കാൻ ഞങ്ങളെ കേൾപ്പിച്ചത് കൊടുത്ത് നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ ചിന്തകളും ഞങ്ങളിൽ ചെയ്യുവാൻ ഇടയാകണം. ശ്രദ്ധയോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഇടയാകണം.
കർത്താവിനോട് പ്രയപ്പെടുവാൻ ലഭിച്ചിരിക്കുന്ന താലന്തുകൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് അനേകരെ കർത്താവിന്റെ കൃപയിലേക്ക് നയിക്കുവാനും കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ദൈവമക്കളായി അനേകർക്ക് ആ അനുഗ്രഹം നൽകുന്ന ദൈവമക്കളായി പ്രയപ്പെടുവാൻ ഞങ്ങൾ എല്ലാവരെയും എടുത്ത് ഉപയോഗിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സംസ്ഥാന കർത്താദാസിനെ ബലപ്പെടുത്തി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പ്രിയമാനെയും കർത്താവ് ബലപ്പെടുത്തി ഓർത്തുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. സഭയായിട്ട് ഞങ്ങൾ എല്ലാവരെയും കർത്താൻ കരഞ്ഞു തരുന്ന സഹോദരന്മാരെയും സഹോദരിമാരെയും കുഞ്ഞുങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവിലേക്ക് പരിപാലിക്കുകയും സഹായിക്കുകയും ഞങ്ങൾ കേട്ടതുപോലെ എല്ലാവരെയും കർത്താവിന് വേണ്ടി പ്രേരണപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത് ഓർത്ത് നന്ദിയോട് സ്തോത്രം. യാത്രയുള്ള പ്രിയപ്പെടുന്നുണ്ട്, അവരെ സത്യത്തോടെ മടങ്ങി വരുവാൻ കർത്താവ് ഇടയാക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പ്രത്യേകം ഈ വർഷം കർത്താവെ കോമ്പറ്റീവ് എക്സാമിനേഷൻ എഴുതിയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒത്ത് വിശേഷം പ്രാർത്ഥിക്കുന്നു. ജോഷിക്ക് വിശേഷം പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ അഡ്മിഷൻ ലഭിക്കാൻ കർത്താവ് ഇടയാക്കണം. അതുപോലെ കർത്താവ് ശാരീരികമായ ക്ലേശം ലഭിക്കുന്ന പല പ്രിയപ്പെട്ട ഞങ്ങളുടെ ബന്ധത്തിലുണ്ട്. വാർദ്ധക്യത്തിലൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. അവകാശം സൗഖ്യങ്ങൾ കൊടുക്കണം. ആരെങ്കിലും ദിവസങ്ങളിൽ യാത്രയിലുണ്ടെങ്കിൽ അവരെ സഹായിക്കണം. അതുപോലെ ഭരണത്തിൽ കർത്താവെ എന്തെങ്കിലും പ്രയാസം വെച്ച് വിശ്രമിക്കുന്നെങ്കിൽ അവരെ കർത്താവ് ആശ്വസിപ്പിക്കുകയും വിടുവിൽ കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ഞങ്ങളുടെ യുവ സൗരന്മാരെയും സൗകര്യന്മാരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്ത് പാർത്ത് വിശ്വസിക്കാതിരിക്കാനും നല്ല ദൈവങ്ങളായി നല്ല സാക്ഷ്യം ധരിക്കുന്നവരായിരിക്കാൻ കർത്താവിയാണ് എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ കർത്താവെ ആത്മീയമായിട്ടുള്ള നല്ല ബന്ധാവിൽ കൂടി കർത്താവ് ആഗ്രഹിക്കുന്നതിൽ കർത്താവ് വചനപ്രകാരം ചെയ്യുവാൻ ഞങ്ങൾ എല്ലാവരെയും ബലപ്പെടുത്തണം. കർത്താവത്തിൽ കൂടി ഞങ്ങൾ കേൾപ്പിച്ച ചിന്തകൾക്കായി വേണ്ടി കർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി പോകുന്നു. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കർത്താവിൽ ഞങ്ങളുടെ വരെ താമസിക്കുന്നെങ്കിൽ വരുന്ന ആഴ്ചയിൽ ഇങ്ങനെ ഒരുമിച്ച് കടന്നു ദൈവത്തെ ആരാധിപ്പാനൊക്കെ ഇടിയാക്കണം. പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറക്കി ഞങ്ങളെ വഴിനടത്തിച്ചു പ്രാർത്ഥനയ്ക്ക് ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ക്രിസ്തുവിനെ വീക്ഷിക്കുന്നു. പിതാവെ കൃപ തോന്നി കേൾക്കുമാറാകണമേ.